നോക്കൂ, പൂർണ്ണാവതാരമെടുത്ത കൃഷ്ണൻ ഗുരുവായൂരപ്പൻ മാനവരാശിയോട് പറയുകയാണ്, സന്തോഷ സംതൃപ്ത ജീവിതം നയിക്കാൻ എളുപ്പവിദ്യ ഒന്നിനോടും ബോണ്ടേജ് പാടില്ല എന്ന്. നമുക്ക് കാറുണ്ട്, കാറിന് 5 ടയറുണ്ട്. 5ാമത്തെ ടയറും 4 ടയറും എല്ലാ ടയറും നട്ടും ബോൾട്ടിലും ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് സമയത്തും ടയർ പഞ്ചറായാൽ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി വെക്കാം. നമ്മുടെ വീടുകളിലെ ജനവാതിലുകൾ മുഴുവൻ വെൽഡ് ചെയ്തിട്ടില്ല, പിന്നെ സ്ക്രൂവിൽ ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് സമയത്തും അഴിച്ചു വെച്ച് മാറ്റിയെടുക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വെൽഡ് ചെയ്യരുത്. ജീവിതത്തിൽ ഒന്നിനോടും വെൽഡ് ചെയ്യരുത്, മറിച്ച് ഒരു അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം. അപ്പോൾ അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതം സന്തോഷ സംതൃപ്തകരമായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ജഗതീശമയമായ മനസ്സായിരിക്കും. എന്തായിരിക്കും? ജഗതീശമയമായ മനസ്സ്. അപ്പോൾ അവരുടെ ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്വിനാമഹാം ഭഗവത് ബുദ്ധിയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ചിന്തകൾ ഒരു ദൈവീകാധിഷ്ഠിത ചിന്തകളായിരിക്കും. അപ്പോൾ ആ ചിന്തകൾ നമ്മുടെ മനസ്സിനെ എന്തുമാത്രം ഉയർത്തുന്നു എന്ന് അനുഭവഭേദ്യമാക്കണം. നമ്മുടെ ജീവിതം സന്തോഷത്തിൽ അനുഭവിക്കണം. അതിന് നമ്മുടെ പ്രാണായാമം ഈ നമ്മുടെ ജീവിതത്തിലെ അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനമാക്കി മാറ്റണം. നിത്യകർമ്മങ്ങളിൽ ഈ പ്രാണായാമം അത് മറ്റൊന്നുമല്ല, നന്നായിട്ട് ശ്വാസം അകത്തോട്ട് വലിച്ച് ഓം പ്രണവമാക്കി പുറത്തോട്ട് വിടണം. ഇത്രയേ പ്രാണായാമം, പ്രത്യാഹാരം, നിത്യ വിവേകം എന്നുള്ളതൊക്കെ ശങ്കരാചാര്യർ നമ്മളെ പഠിപ്പിച്ചു. അപ്പം ശുദ്ധ അഖണ്ഡ ബോധമാണ് ഞാൻ എന്ന് മനസ്സിനകത്ത് ഉറപ്പിച്ചതിന് ശേഷം ഈ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ മാത്രം മതി. ജീവിതത്തിൽ ഒരിക്കലും സ്ട്രോക്ക് വരില്ല.